ഹലോ. യുദ്ധം എപ്പോൾ തീരും? ഇതാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം. യുദ്ധം എപ്പോൾ തീരുമെന്നുള്ളതിന് കറക്റ്റായിട്ടൊരു ഐഡിയ ആർക്കുമില്ല. ഇത് യുദ്ധം തുടങ്ങുന്ന സമയത്ത് അമേരിക്ക വിചാരിച്ചത് വളരെ 2-3 ദിവസം കൊണ്ട് തീരുന്ന ഒരു രീതിയായിരിക്കും, ഒരു യുദ്ധമായിരിക്കും ഇത്. ആദ്യഘട്ടത്തിൽ തന്നെ അവരുടെ സുപ്രീം ലീഡറായിട്ടുള്ള ആയത്തുള്ള അൽ ഖുമൈനിയെ അവർ വധിച്ചു കളഞ്ഞു, അല്ലെങ്കിൽ കൊന്നുകളഞ്ഞു. അമേരിക്ക എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു പിരമിഡ് ഷേപ്പ് ഉള്ള ഒരു ഗവൺമെൻറ്റാണ്. അതായത് സുപ്രീം ലീഡർ മരിച്ചു കഴിഞ്ഞതോടുകൂടി അവർ ട്രംപ് വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു, ഇറാനിയൻ ജനതയോട് നിങ്ങളെല്ലാവരും ഇപ്പോൾ റോട്ടിലിറങ്ങണം, ഇതോടുകൂടി നിങ്ങളുടെ ഗവൺമെൻറ്റിനെ ഓവർടേക്ക് ചെയ്യണം, നിങ്ങളവിടെ പുറത്താക്കണം, നിങ്ങളുടെ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു പ്രസംഗം നടത്തി. നിങ്ങളെല്ലാവരും വീട്ടിൽ സേഫായിരിക്കണം അങ്ങനെ എന്ന് പറഞ്ഞിട്ടൊരു ഇത് നടത്തി. അതൊന്നും ഉണ്ടായില്ല. ഇറാനിയൻ ജനത അവരുടെ നേതാക്കന്മാർക്കെതിരെ തിരിഞ്ഞില്ല. ഇത് നമ്മളെ കൊണ്ടെത്തിച്ചേരുന്നത് വേറൊരു തരം പുതിയൊരു യുദ്ധതന്ത്രത്തിലേക്കാണ്. യുദ്ധത്തിൻ്റെ നിയമങ്ങൾ മാറി, രൂപങ്ങൾ മാറി, യുദ്ധത്തിൻ്റെ രീതികൾ മാറി. അതായത് ഇറാൻ യുദ്ധം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു രാജ്യത്തലവൻ മരിച്ചതോടുകൂടി ആ രാജ്യം വീഴുമോ. മൊസൈക്ക് ഡിഫൻസ് എന്നാണ് അവർ ഇതിനെ വിളിക്കുന്നത്. മൊസൈക്ക് ഡിഫൻസ് ഇറാൻ്റെ സ്ട്രോങ് ആണ്. മൊസൈക്ക് എങ്ങനെയാണോ ഒരു പലതരം ചിപ്സുള്ള ചെറിയ പീസ് അതിനെ യോജിപ്പിച്ച് കഴിയുമ്പോൾ എങ്ങനെ സ്ട്രോങ് ആകുന്നു, അതുപോലെ ഒരു 54ഓളം ചെറിയ മിലിറ്ററി ഗ്രൂപ്പ്, ഉദാഹരണത്തിന് ഇന്ത്യയിൽ നമ്മൾ 24ഓളം അല്ലെങ്കിൽ സ്റ്റേറ്റുകളും അത് മറ്റേ യൂണിയൻ ടെറിട്ടറീസ് ആയിട്ടൊക്കെ വിഭജിച്ചിരിക്കുന്നു. ഈ യൂണിയൻ ടെറിട്ടറീസിനും സ്വയം നിർണയാവകാശമുള്ള ഓരോ മിലിറ്ററി ഗ്രൂപ്പാണ്. ഓരോ യൂണിയൻ ടെറിട്ടറിയും സ്റ്റേറ്റ് ഗവൺമെൻറ്റും അതിൻ്റെ പോലീസ് വരെ സംവിധാനം വിചാരിക്കുന്നത് ഒരു സ്വയം നിർണയാവകാശമുള്ള ഒരു മിലിറ്ററി ഗ്രൂപ്പായിട്ട് ഡിസൈഡ് ചെയ്യുമ്പോൾ ആ രാജ്യത്തിനെ തോൽപ്പിക്കാൻ വളരെ എളുപ്പമല്ല, വളരെ കഷ്ടപ്പെടും. അപ്പോൾ ഇന്ന് തന്നെ അമേരിക്ക ഒഫീഷ്യലി പറഞ്ഞിരിക്കുന്നു, യുദ്ധം എപ്പോൾ തീരും എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ട്രംപ് തന്നെ സ്വന്തം നാവ് കൊണ്ട് സമ്മതിച്ചിരിക്കുന്നു, ഇറാൻ ഈസ് എ മിലിറ്ററി പവർ. അവർ വിചാരിച്ചതുപോലെ പെട്ടെന്ന് അങ്ങനെ തോൽപ്പിക്കാൻ കഴിയുന്നൊരു സംഗതിയല്ല. മോറോവർ ഇറാൻ അമേരിക്കയെ ടാർഗറ്റ് ചെയ്യുന്നത് സാമ്പത്തികമായിട്ട് എങ്ങനെ അമേരിക്കയെ തകർക്കാം. ഇറാൻ്റെ ടെക്നോളജി അല്ലെങ്കിൽ ഇറാൻ്റെ ഒരു സ്ട്രാറ്റജി സിമ്പിളാണ്. നമ്മൾ ഒരാൾ മുക്കിക്കൊല്ലാൻ വന്നു എന്ന് വിചാരിക്കുകയാണ്. നമ്മൾ സ്വയം മുങ്ങി മരിക്കാൻ നമ്മൾ വരുന്നതിന് പകരം അയാളുടെ കഴുത്ത് പിടിച്ചിട്ട് അയാളെയും കൂടെ മുക്കുക. ഞാനും മുങ്ങിച്ചാവും, നീയും മുങ്ങിച്ചാവും, രണ്ടുപേരും മുങ്ങിച്ചാവാം. ഇതാണ് ഇത്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, ഇറാൻ ഈസ് എ മുസ്ലിം കൺട്രി ആൻഡ് ഗൾഫ് കൺട്രീസ് ആർ ആൾസോ മുസ്ലിം കൺട്രി, എന്തിനാണ് ഇറാന് മറ്റുള്ള രാജ്യങ്ങളെ ആക്രമിക്കുന്നതെന്ന്. ഇത് മതത്തിനോ അല്ലെങ്കിൽ ഒരു വർഗീയതയോ ത്തിനേക്കാളിലും കൂടുതൽ ഇതൊരു രാജ്യത്തിൻ്റെ നിലനിൽപ്പാണ്. ഞാൻ ഇറാനെ യുദ്ധത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല. യുദ്ധം എന്നുള്ളത് ഇറ്റ്സ് എ ക്രൈം. യുദ്ധത്തിൽ ആരും ജയിക്കുന്നുമില്ല, ആരും തോൽക്കുന്നുമില്ല. യുദ്ധം വീണ്ടും ഒരു വലിയൊരു യുദ്ധത്തിലേക്ക് പോവുകയുള്ളൂ. യുദ്ധം ഒരിക്കലും അവസാനിക്കുന്നില്ല. ജർമ്മനിയിൽ ജൂതന്മാരെ ഹിറ്റ്ലർ പീഡിപ്പിച്ചു എന്നുകൊണ്ട് ജർമ്മനിയിൽ നിന്ന് ജൂതന്മാരെ ഇവിടെ കൊണ്ടുവന്നു. അതിനുശേഷം ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ട് അത് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. മതം ഇതിൽ ഇൻവോൾവ് ആണ്, ഉറപ്പായിട്ടും മതം ഈ യുദ്ധത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സംഗതി തന്നെയാണ്. ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് ഇവരുടെ 3ാമത്തെ ക്ഷേത്രം പണി കഴിപ്പിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീസസ് ക്രൈസ്റ്റ് വരുമെന്നുള്ള ഇവരുടെ പ്രവചനങ്ങളും കാര്യങ്ങളൊക്കെ വിശ്വസിക്കുന്ന കുറേ മൂഢ വിശ്വാസക്കാർ സ്വാഭാവികമായിട്ട് രണ്ട് ഭാഗത്തുമുണ്ട്. ഇത് യാഥാർത്ഥ്യമാണ്. 70 വയസ്സുകൾ കഴിഞ്ഞ നേതാക്കന്മാർ സ്വാഭാവികമായിട്ട് പേരക്കുട്ടികളെ കളിപ്പിച്ചിട്ടിരിക്കേണ്ട വയസ്സിൽ ഒരു രാജ്യം ഭരിക്കാൻ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവുള്ളൂ. അത് നമ്മൾ യാതൊരു ഇതുമില്ല, നമ്മൾക്ക് തർക്കമില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 25 വർഷം അല്ലെങ്കിൽ ഒരു 50 വർഷം ഡിസൈഡ് ചെയ്യാൻ പോകുന്ന ഒരു യുദ്ധത്തിലേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. യുദ്ധം ആര് ജയിക്കുന്നോ എപ്പോൾ അവസാനിക്കുന്നു എന്നുള്ളത് പറയാൻ പറ്റില്ല. പക്ഷേ ഇന്ന് ഇറാൻ്റെ ഒരു സ്ട്രാറ്റജി, ചൈനീസ് കറൻസിയിൽ ആരെല്ലാം ട്രേഡ് ചെയ്യുന്നു അവർക്ക് ഹോർമുസ് കടലിടുക്ക് വഴി വളരെ ഈസി ആയിട്ട് കടന്നു പോകാം. ഇത് ഡോളറിനെതിരെയുള്ള ഒരു യുദ്ധപ്രഖ്യാപനമാണ്. ഡോളർ തകർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അമേരിക്ക വീണു. ബ്രിട്ടൻ തകർന്നത് ഒരു യുദ്ധം
ജയിച്ചതുകൊണ്ടോ തോറ്റതുകൊണ്ടോ അല്ല. ബ്രിട്ടൻ 2ാം ലോക മഹായുദ്ധം വിജയിച്ചു. സ്റ്റിൽ ബ്രിട്ടൻ പാപ്പരായി, ബ്രിട്ടൻ നശിച്ചു, ബ്രിട്ടന് സ്വന്തം കോളനികൾ ഉപേക്ഷിക്കേണ്ടി വന്നു. ഇതിൽ നിന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് മോഡേൺ ഡേ ഇപ്പോഴും കൊളോണിയലിസം നിൽക്കുന്നു, പക്ഷെ വേറെ രൂപത്തിൽ. നമ്മളെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ അടിമകളായിരിക്കുന്നു, അല്ലെങ്കിൽ അടിമകളാണ്. അത് വേറൊരു തരത്തിലാണ് നമ്മളവരെ കൺട്രോൾ ചെയ്യുന്നത്. അത് ടെക്നോളജി ആവാം, അല്ലെങ്കിൽ IMF വേൾഡ് ബാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ബാങ്കുകളിലുള്ള കടബാധ്യതയാകാം. വേറൊരു തരത്തിൽ നമ്മൾ അതൊരു വേറൊരു വിഷയമായതുകൊണ്ട് നമുക്ക് പിന്നെ ഒരു വീഡിയോയിൽ സംസാരിക്കാം. അപ്പോൾ യുദ്ധം നീണ്ടുപോകും തോറും ബെനിഫിറ്റ് ചൈനയ്ക്കായിരിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. Thank you so much for watching my video. Keep watching. If you have any question, just we'll discuss again. Thank you so much for watching my channel. Keep watching. Keep subscribe. Bye bye.